ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ അയ്യോ വേറെ സാധനമുണ്ട്. അയ്യോ വീടാവോ എന്തുണ്ട്? ഹലോ ഹലോ. അപ്പം ഇന്ന് ഞാൻ അധികം കാറി കൂക്കുന്നില്ല, കാരണം ഇതൊരു കുഞ്ഞ് സർപ്രൈസ്. അതേ മൈക്കില്ല, പിന്നെയും പയ്യെ പറയുമ്പോൾ ഒട്ടും കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നമ്മളെല്ലാം അതെ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളെല്ലാം ലൈഫിൽ നമ്മളിങ്ങനെ ഓർത്ത് വെക്കേണ്ട ഓരോരോ ദിവസങ്ങളുണ്ടാവുമല്ലോ, മറക്കാൻ പറ്റാത്ത സ്പെഷ്യലായിട്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസമാണ് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ നമ്മളെ എൻ്റെ എൻജോയിൻ്റെ ഒന്നുമില്ലേ എന്ത് വെള്ളം ഉണ്ടായില്ലേ? കുറച്ച് വെച്ചോൻ രാത്രി കുടിക്കാൻ അതിലില്ലല്ലേ. പെഞ്ചുട്ടി പുറത്തിരിക്കുകയാണ്. നമ്മൾ നോർമലി ഈ സമയത്ത് ചൂടും കൂടി ആയതുകൊണ്ട് പുറത്ത് വെറുതെ ഇരിക്കും അവിടെ വെളിയിൽ. അപ്പം അവിടെ ഇരിക്കുകയാണ്. നോർമലി എന്നെ പെരുതിക്കൊണ്ട് ഇങ്ങോട്ട് വരൂല. ഞാൻ ഫുൾ ടൈം അഞ്ചൂട്ടിനെ എവിടെയുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കും. എന്നാലും കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ കുറച്ച് സമാധാനം എന്ന് വിചാരിക്കും. ഇപ്പോൾ എന്തോ സ്കിൻ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഈ ചൂടിൻ്റെ. അപ്പം അതിൻ്റെ മരുന്നിന് വേണ്ടിയിട്ടാണ് കയറി വന്നത്. ഞാൻ വിചാരിച്ച് എൻ്റെ പ്ലാനിങ് ആക്കി ഇപ്പോൾ പൊട്ടുന്നു. പ്ലാനിങ് എന്ന് പറയാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പം കുറച്ച് സമയത്തേക്ക് സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് പയ്യെ പറയാൻ അറിയില്ല, എൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടിപ്പോവും. അപ്പം ഇന്നല്ല, ഇപ്പോൾ 11:40 12 മണിക്ക്, അതായത് ഏപ്രിൽ 30 അഞ്ചൂറിൻ്റെ ബർത്ത്ഡേ. ഞാൻ വന്നതിന് ശേഷമുള്ള സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേ കോട്ടയത്ത് നിന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒരു കേക്കെല്ലാം വാങ്ങി കുറച്ച് നല്ല എന്നെ കൊണ്ടാകുന്ന രീതിക്ക്, നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഇല്ലും തരും അവിടെ. അപ്പം അങ്ങനെ ഒരു കുട്ടി രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിന്. പക്ഷെ ഇപ്രാവശ്യം അത്രക്കൊന്നുമില്ല, കാരണം എൻ്റെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം സാറ്റർഡേ ലീവായിരുന്നു. സാറ്റർഡേ ലീവ് എടുത്താൽ മൺഡേ ലീവ് എടുക്കില്ല. ഇന്ന് മൺഡേ ആണ്, അപ്പം ലീവ് എടുക്കില്ല. അപ്പം ഇന്നെന്തോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വയ്യാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ സൺഡേ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാനൊന്നും ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് മാത്രം. കേക്ക് കട്ടിങ് അങ്ങനെയൊന്നുമില്ല, കാരണം കുറച്ച് ടൈറ്റാണ് ഈ മന്ത്. ലാസ്റ്റും കൂടിയാണ്. പിന്നെ ഈ മന്ത് നമുക്ക് കുറച്ച് ടൈറ്റാണ്. എനിക്ക് പേഴ്സണലി നല്ല ടൈറ്റില്ല മന്താണ്. അതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നുണ്ട്. അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് ടൗണിൽ പോകണം, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ടൗണിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നോർമലി ഞാൻ എഞ്ചൂടിനെ വിളിക്കും, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞാൽ വിളിക്കും. എനിക്ക് ആക്സിഡൻറ്റിന് ശേഷം ഈ ഈവനിങ് ടൈമിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷം ഒരു ട്രോമ പോലെ. അപ്പോൾ വിളിക്കും. അപ്പോൾ എഞ്ചൂടിനെ വിളിക്കാത്ത കണ്ടപ്പോൾ എഞ്ചൂടിന് ചോദിച്ചു എന്തിനു പോകുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പം അങ്ങനെ പോയിട്ട് വരുമ്പോൾ ഞാൻ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു കവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കയ്യിലേക്ക് നോക്കുന്നുണ്ടായി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാകും. അപ്പം സംഭവം ഗിഫ്റ്റ് കണ്ടിട്ടില്ല. കൊണ്ടുവന്ന എന്തുവാണ് ഗിഫ്റ്റ് എന്നാണ് വിചാരിച്ച് വെച്ചേക്കണേ. അത് ഞാൻ ചുമ്മാ നമ്മളൊരു പ്ലം കേക്ക് മേടിച്ചാണ്. വേറെ കേക്കൊന്നുമില്ല, ചെറിയൊരു പ്ലം കേക്ക് വാങ്ങി.
ടു യു. കേടോ ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞ് എൻജോടിൻ്റെ അടുത്ത് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് വാന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ച് റെഡിയായി വരാന്ന്. ഇതെൻ്റെ ചുണ്ടിന് ഇന്നലെ ഭിത്തിയിൽ ഇടിച്ചതാണ് കേട്ടോ. സംഭവം കിടന്നെടുത്തുനിന്ന് തിരിഞ്ഞ് കിടന്നപ്പോഴത്തേനും ചെറുങ്ങനെ തലയൊന്ന് മാറിപ്പോയി ഭിത്തിയിലിടിച്ച്. ശരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ കളർ പോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷെ നല്ല രീതിക്ക് ബ്ലഡ് എന്തോ ഇങ്ങനെ കട്ടകെട്ടി നിൽക്കുന്നതാണ്. മുറിവ് ഉള്ളിലോട്ടാണ്, പുറത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ. അപ്പോൾ എൻജൂട്ടൻ വന്ന് കേട്ടാ. അയ്യോ എന്നാ നിക്കോ അഞ്ചോട്ടെ, ഇത്രക്കൊന്നും വേണ്ട കേട്ടാ. പാതിരാത്രിക്ക് 12 മണിക്ക് എൻജോറിന് പൊക്കാൻ ഞാൻ ഇനി അത് എവിടെ പൊക്കണം കുറച്ച് പേപ്പർ തന്നാൽ തേനെ. ഇങ്ങനെ പൊക്കാൻ വെക്കൂല. പൊക്കണോ? അതെല്ലേ വീടാണ്. അല്ല അവിടെ ഇവിടെ തന്നെ നിൽക്കണം. വീട് ഞാൻ വരുമ്പോൾ ഇവിടെ നിൽക്കണം. കണ്ണ് കാക്കരുത്. ഞാൻ വരുമ്പോൾ കണ്ടുകൂടാ. ഞാൻ വീഡിയോയിൽ നോക്കും. കണ്ണ് കൂട്ടി നിൽക്കും. നോക്കിക്കൂടാ. കുറച്ച് സമയം എടുക്കും. ഗിഫ്റ്റ് വന്ന് റോഡിലാണ്. കണ്ണടക്കും. ഇത് വലിയ സാധനമൊന്നുമില്ല, ഒരു കുഞ്ഞു സാധനമാണ്. കുഞ്ഞു സാധനമുള്ളൂ. ഇത് അഞ്ചോട്ട് അടുത്താ ഞാൻ പിടിച്ചേക്കാം. അയ്യോ അയ്യോ അതിന് വേറൊരു സാധനമുണ്ട്. അയ്യോ അത് വീടാവോ? എന്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു കുപ്പി കണ്ടപ്പോഴേ ചെടി നടാൻ വേണ്ടി ഒരു കല്ലിന്റെ കുപ്പി എടുത്തു. ആ കുപ്പി ആദ്യം എടുത്ത് തളർന്ന് നോക്കി. ഇഷ്ടായിരുന്നു. ഇഷ്ടായോ? ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം മേടിച്ചത്. ഇഷ്ടായോ? സത്യം ഇഷ്ടായോ? അമ്മേ സമാധാനം. ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കരഞ്ഞ് തേഞ്ഞ്. ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ എനിക്ക് തക്കണം. ഇതെന്താ? ഇത് വാറണ്ടി കാർഡോ? ഇഷ്ടായോ? ഇതെന്തിനാണ്? കണ്ടില്ലേ? ഇതെന്തിനാ നിങ്ങൾക്ക് വായ വിട്ടാണ്? എന്തിനാ? ഇതൊക്കെ കളയണ്ടല്ലേ? സ്റ്റിക്കർ ഫ്രണ്ടിലുള്ള വേറൊന്നില്ലേ? കേക്കും ഇല്ല, കുപ്പായൊന്നുമില്ലേ? കുപ്പായം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തോണ്ടല്ലോ. അതൊന്നും അഭിഷ്ടമായി. ശബ്ദം കേട്ട് എപ്പോ ശബ്ദം കേട്ട്? എപ്പോ? ഇപ്പൊ എന്ത്? എന്തോ വലിയ സാധനം കൊണ്ടുവരുന്ന ശബ്ദം കേട്ട്.
ഇത് നമ്മൾ വന്നപ്പോൾ എന്തുകൊണ്ടൊന്നും മനസ്സിലായില്ലല്ലോ. നമ്മൾ വന്നിട്ട് പിന്നെ നേരെ സ്റ്റെയറിൽ നമ്മൾ വന്നിട്ട് നേരെ സ്റ്റെയറിന്റെ അടിയിൽ ഇത് കൊണ്ടുവച്ച് പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ സംഭവം മാത്രമല്ലോ ഉള്ളൂ, കേക്കിന്റെ ആ ഒരു കവർ മാത്രം. അപ്പൊ ഇത് നേരെ കയ്യിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ട്. അപ്പൊ ഇതായിരിക്കുന്നല്ലോ വിചാരിച്ചു ഇതിലുള്ള അല്ല വിചാരിച്ചേ. അത് ഞാൻ ആദ്യം അടുത്ത് പറഞ്ഞത് ഒന്ന് വിചാരിച്ച് കയ്യിലേക്ക് ഈ മാസം ഞാൻ പറഞ്ഞില്ല ഭയങ്കര ടൈറ്റായിരുന്നു. എന്നാലും ഇതിനുള്ള ഞാൻ കരുതി വെച്ചായിരുന്നു. നല്ല ഒരു കാണാൻ ഇതാണ്. സംഭവം അതൊന്നല്ല. താങ്ക് യു ഒക്കെ അവിടെ സംഭവം ഇത് മെയ് അല്ല ഏപ്രിൽ 30, മെയ് ജൂൺ ജൂലൈ ഇതൊക്കെ തിരുമ്പി വരണം. ഇത് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഹെൽമെറ്റ് ഒന്നും ഉണ്ടായിരുന്നു നമ്മൾ വണ്ടിയുടെ കൂടെ കിട്ടിയത്. അത് നോർമൽ അല്ലേ, ഒരു നോർമൽ. പിന്നെ മേടിച്ചൊന്നുമില്ല അങ്ങോട്ട്. പിന്നെ മേടിച്ചൊന്നുമില്ല. ആ ഒന്ന് പോയപ്പോ കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ ഞാൻ അന്നെ കൊണ്ടേ വിചാരിക്കുന്നു നേരെ മെച്ചോട്ടാ. പിന്നെ ഞാൻ വരുന്ന അയ്യോ ലൈറ്റ് പോയി. ഇതൊന്നും പോയാ പിറന്നാളിന് മുഴുവൻ ലൈറ്റ് ഓഫാക്കിക്കൊണ്ടാണ് കേട്ടോ. ഇവിടെ സ്വിച്ചിലേക്ക് ചാടി പോയോ? അത് ഇങ്ങനെയാണ് ഒരു ഫാൻ. മതി 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 പോക്കണ്ട. അപ്പൊ ഇത്രയുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അതൊക്കെ എന്താവുന്ന വീഡിയോ ഇപ്പം കണ്ടാവും. കുഞ്ഞു വീഡിയോ ആണ്. ഓഫാക്കൽ സൗണ്ട് എടുക്കുക സാനിറ്റൈസർ. അപ്പൊ ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീഡിയോ. വേറെ ഒന്നും തന്നാൽ ഒരു ഇതുമില്ല, ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ മാത്രം. ഓക്കെ ടാറ്റാ.